കല്യാണ സീരീസ് പാർട്ട് 1. കല്യാണ സാരി എടുക്കാൻ പോയാലോ? കല്യാണ സാരി എവിടെ എടുക്കുമെന്നുള്ള ചോദ്യത്തിന് ആർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ കുത്തമ്പള്ളിയിലുള്ള എയർ ഹാലൂംസ് തന്നെയായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. നമ്മൾ മോർണിംഗ് തന്നെ അവിടെ എത്തി. എല്ലാവരും പോലെ റീൽസിലുള്ള ഹൈപ്പ് മാത്രമാണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡൗട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് ആ ഡൗട്ട് മാറി കിട്ടി. അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും അവിടുത്തെ കളക്ഷൻസ് ആണെങ്കിലും പ്രൈസ് റേഞ്ച് ആണെങ്കിലും ഓണേഴ്സ് ആണെങ്കിലും എൻ്റെ പൊന്നെ, നമ്മളൊരു കടയിലോട്ട് പോയാൽ നമ്മൾ അത്രയും കംഫർട്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം. നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് ഈവനിങ്ങും ടീ സ്നാക്സും അവിടെ നിന്ന് അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഇദ്ദേഹത്തെ കുറിച്ച് പറയാനാണ്, ഈ കടയുടെ ഓണറാണ്. നമുക്ക് തരുന്ന റെസ്പെക്റ്റും സ്നേഹവും വാല്യൂവും, അദ്ദേഹത്തിൻ്റെ ടൈം മാറ്റി വെച്ച് നമ്മൾ അത്രയും കംഫർട്ടാക്കി നമ്മളുടെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, ഇനി എന്തൊക്കെ വേണമെന്ന രീതിയിൽ അത്രയും കംഫർട്ടാക്കി നമ്മുടെ ആ കുടുംബത്തിലെ അംഗമാണെന്ന രീതിയിലാണ് അദ്ദേഹം നമ്മളോട് പെരുമാറുന്നത്. എത്ര ഓണേഴ്സ് സ്വന്തം കടയുടെ മുന്നിൽ വേറൊരു കച്ചവടം നടത്താൻ സമ്മതിക്കും? വന്ന വഴി മറന്നിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ കാണുന്ന കാഴ്ച. നമുക്ക് വേണ്ട ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഓണേഴ്സും അവരുടെ പൾസ് അറിയുന്ന നല്ല സ്റ്റാഫ്സാണ് ഈ ഒരു കടയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് വേണ്ടി നമ്മൾ വന്നപ്പോൾ മുതൽ നമ്മുടെ എല്ലാ കാര്യം ബില്ലടിക്കുന്നവർ ഈ ചേച്ചി, സരിത എസ് എന്നാണ് ചേച്ചിയുടെ പേര്. ഈ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് പ്രീമിയം ആയിട്ടും അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഡ്രസ്സുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ, നല്ല കളക്ഷൻസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കുത്തമ്പള്ളിയിലിട്ട് കിട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, നല്ല കളക്ഷനും നല്ല അഫോർഡബിളും ആണ്.